എല്ലാവർക്കും ശുഭസായാഹ്നം. നമുക്കിവിടെ ആട്ടത്തിൻ്റെ കലാകാരന്മാർ, ചങ്ങമ്പുഴ കലാകേന്ദ്രത്തിൻ്റെ പ്രസിഡന്റ് പി പ്രകാശ് എന്നിവരുണ്ട്. നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് മഹാരഥന്മാരായിട്ടുള്ള ചില മഹാത്മാക്കൾ നമ്മളെ വേർപിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പിന്നെ സംഗീത ലോകത്തും സിനിമയുടെ ലോകത്തും തബ്ല കൊണ്ട് ഇന്ദ്രജാലം തീർത്ത തബ്ല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ, ഫ്യൂഡലിസത്തിൻ്റെ സാമൂഹ്യ സംഘർഷങ്ങളെ സമാന്തര സിനിമയിലൂടെ തുറന്നു കാണിച്ച ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബനഗൽ, മലയാളത്തിൻ്റെ മഹാകഥാകാരൻ, മലയാളിയുടെ പ്രിയപ്പെട്ട MT, ഇവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നതിനായി മെട്രോ ഫിലിം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ശിവഗോവിന്ദനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഡിസംബർ ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളുടെ പ്രധാനപ്പെട്ട പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഇന്ത്യയിലെ തന്നെ മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ശ്യാം ബനഗൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിന് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിൽ പ്രണാമം അർപ്പിക്കുന്നു. തബല മാന്ത്രികൻ സക്കീർ ഹുസൈനും അതുപോലെ മലയാളത്തിൻ്റെ പെരുന്തച്ഛനായ എഴുത്തിൻ്റെ കാരണവരായ MDയും നമ്മളെ വിട്ടുപോയി. അതുകൂടാണ്ട് സാമ്പത്തിക വിദഗ്ധനും മുൻ പ്രധാനമന്ത്രിയുമായ മൻമോഹൻ സിംഗ്, അദ്ദേഹവും നമ്മളെ വിട്ടുപോയി. ഇവർക്കെല്ലാവർക്കും പ്രണാമം അർപ്പിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിൽ. നന്ദി, നമസ്കാരം. ചടങ്ങിന് സ്വാഗതം ആശംസിക്കാനായി മെട്രോ ഫിലിം സൊസൈറ്റി സെക്രട്ടറി TR ജോർജിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ പരിപാടി, കഴിഞ്ഞ പരിപാടിയുടെ 6 മണിക്ക് അവർ നിർത്തുന്നുണ്ടായിരുന്നു, പക്ഷെ അവർ മാറിയില്ല. അതുകൊണ്ട് നമ്മുടെ പരിപാടി കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് എല്ലാവരോടും അതിന് ക്ഷമ ചോദിക്കുന്നു. സ്വാഗതം വളരെ ചുരുക്കം വാക്കുകളിലെ ഞാൻ പറയുന്നുള്ളൂ. ആട്ടം എന്ന സിനിമ നമുക്കറിയാം, അത് 2023 ലോസ് ആഞ്ചലസിൽ ഗ്രാൻഡ് ജൂറി പ്രൈസ് കിട്ടി. പിന്നീട് ഗോവ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടന ചിത്രമായി. അതുകൂടാതെ IFFKയിൽ നെറ്റ്പാക്ക് അവാർഡ് കിട്ടി. പിന്നെ ഫിലിം ക്രിട്ടിക് അവാർഡ്സ് കിട്ടി. അതിനുശേഷം ദേശീയ അവാർഡും കിട്ടിയാണ് ആ സിനിമ പിന്നെ തിയേറ്ററിലേക്ക് എത്തിയത്. തിയേറ്ററിൽ 2 ആഴ്ച കൊണ്ട് 1 കോടി ക്ലബിലേക്ക് കയറിയ അപൂർവ ചരിത്രമുള്ള മലയാള സിനിമയിലെ ചരിത്രം തന്നെ സൃഷ്ടിച്ച ഒരു സിനിമയാണ് ആട്ടം. ഈ സിനിമയുടെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സിനിമയ്ക്ക് ശേഷം ഈ സിനിമയെക്കുറിച്ച് വിശദമായി സംസാരിക്കാനും നമുക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ചന്ദ്രൻപിള്ള 6 മണിക്ക് കൃത്യമായിട്ട് ഇവിടെ എത്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് 6:30 വേറൊരു ഡോക്ടറെ കാണാനുള്ളതുകൊണ്ട് അദ്ദേഹം പോയി. എങ്കിലും അദ്ദേഹം ഇവിടെ വന്ന സ്ഥിതിക്ക് മുഖ്യാതിഥിയായ ഈ മൊമെൻറ്റോ കൈമാറേണ്ട ചന്ദ്രൻപിള്ളക്ക് ഔപചാരിക പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ചങ്ങമ്പുഴ പ്രസിഡന്റ് നമുക്കറിയാം P പ്രകാശ്, അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ഈ രീതിയിൽ കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മാന്യദേഹമാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഈ സിനിമയുടെ സംവിധായകൻ ഏകർഷി വരാമെന്ന് പറഞ്ഞതാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് പനി പിടിച്ച് കിടപ്പായി പോയതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്താത്തത്. എങ്കിലും അദ്ദേഹം ഇതിന് വളരെ വരാനുള്ള പറ്റാത്തുള്ള ദുഃഖം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഔപചാരിക പേരിൽ ഒരു സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ വിനയ് ഫോർട്ട് എത്താമെന്ന് പറഞ്ഞിരുന്ന, പക്ഷേ വിനയ് ഫോർട്ടും മറ്റ് ഷൂട്ടിംഗ് തിരക്കൊണ്ട് എത്തിയിട്ടില്ല. ഇനി എത്തുമെന്നറിയില്ല. എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മദൻ ബാബു ഉണ്ട്. പിന്നെ പ്രദീപ് മേനോൻ ഇതിൻ്റെ നിർമ്മാതാവാണ്. മാത്രമല്ല അദ്ദേഹം തന്നെയാണ് എന്നോടൊരു കാര്യം പറഞ്ഞത്, ഈ സിനിമ ആരംഭിച്ചത് തന്നെ ഈ ചങ്ങമ്പുഴ പാർക്കിൽ നിന്നാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു ചരിത്രമാണ്. കാര്യം ഇവിടെ വെച്ചായിരുന്നു അതിൻ്റെ പൂജ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും നമ്മൾ ആ സിനിമയ്ക്ക് ഇവിടെ ഒരു സ്വീകരണം കൊടുക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ പ്രദീപ് മേനോനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ മദൻ ബാബു ഈ സിനിമയുടെ മുഖ്യ ഒരു കഥാപാത്രങ്ങളൊന്നാണ്. ഈ സത്യത്തിൽ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്, ഞാൻ പലവട്ടം കണ്ടെന്ന് തോന്നിയത്, ഇത് ഒരു നീതി
ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു നീതി എവിടെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയെല്ലാം വ്യക്തികളിൽ കൂടി സഞ്ചരിക്കും എന്നുള്ള ഒരു ആശയം വളരെ മനോഹരമായിട്ട് ഏത് പണ്ഡിതനും പാമരനും ഒരുപോലെ ദഹിക്കുന്ന വിധത്തിൽ പിടിച്ചൊരു സിനിമയാണ്. അതിലെ ആ നീതിയുടെ പല ഭാഗങ്ങൾ അതിന് മുന്നോട്ട് നയിക്കുന്ന ഒരു ക്യാരക്ടറാണ് മദൻ ബാബു. മാത്രമല്ല ഈ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ഈ സിനിമയുടെ കഥാപാത്രങ്ങളുടെ പേരെല്ലാം അവരവരുടെ പേര് തന്നെയാണ്. അതും കൂടി ഒരു പ്രത്യേകതയാണ് ഈ സിനിമക്ക്. അപ്പോൾ മദൻ ബാബുവിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നിങ്ങളുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. സിജീഷ് ഉണ്ട്, അദ്ദേഹവും ഇതേപോലെ ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സെൽവരാജ് രാഘവൻ, അത് ഒരു പ്രത്യേക എന്താ വെച്ചാൽ വളരെ ഒരു നാടൻ കഥാപാത്രത്തിൻ്റെ എല്ലാ ഭാവവും കാണിച്ചൊരു കഥാപാത്രമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ വീണ്ടും കാണാൻ പറ്റും. അദ്ദേഹത്തോട് ഈ സിനിമ കഴിയുമ്പോൾ വേണമെങ്കിൽ സംവദിക്കാൻ, അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ സംവദിക്കാനും പറ്റും. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. അതിൽ സന്തോഷ് പിറവുണ്ട്, സന്തോഷ് പിറവത്തിനും സ്വാഗതം ആശംസിക്കുന്നു. പ്രശാന്ത് മാധവൻ അതേപോലെ ഒരു വലിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ്. പ്രശാന്ത് മാധവനും സ്വാഗതം ആശംസിക്കുന്നു. ജോളി ആന്റണി വന്നിട്ടില്ല. പിന്നെയുള്ളത് വരും, ജോളി ആന്റണി വരുമെന്ന് പറയുന്നു. അപ്പോൾ ജോളി ആന്റണിക്കും സ്വാഗതം ആശംസിക്കുന്നു. നന്ദൻലാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തീർച്ചയായിട്ടും എത്തും. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ സനോഷ് പള്ളുരുത്തി എത്തിയിട്ടല്ലോ, വരും. സനോഷ് പള്ളുരുത്തിക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇവരെല്ലായിട്ടും നമുക്ക് ഈ സിനിമയ്ക്ക് ശേഷം നമുക്കൊരു ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട്. അതിലേക്ക് കൂടി നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഇനി ഞാൻ ആരെങ്കിലും സ്വാഗതം ആശംസിക്കാൻ, എല്ലാവരെയും സ്വാഗതം ആശംസിച്ചു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇനി ഈ സിനിമ കാണാനിരിക്കുകയും ഈ സിനിമയെക്കുറിച്ച് സിനിമയ്ക്ക് ശേഷം സംസാരിക്കുന്ന എല്ലാവരെയും പിന്നെ പ്രസിഡന്റ് ഞങ്ങളുടെ KK രാജേശ്വരി ഉണ്ട്, അതേപോലെ ചാനൽ 30.8 ഇതിനെക്കുറിച്ച് പിടിക്കുന്ന അജീഷ് ഉണ്ട്. എല്ലാവർക്കും ഇവിടെ കാണാൻ വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ഔപചാരികതയൊന്നും ഇല്ല കേട്ടോ ഇപ്പം, കാരണം നമ്മുടെ സമയം വൈകിപ്പോയി. അപ്പോൾ അധ്യക്ഷയുടെ ഒരു ഭാഷണമുണ്ട്, അത് പ്രത്യേകിച്ച് കൂടുതൽ നീട്ടുന്നൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ആട്ടം എന്ന സിനിമ ഞാൻ കണ്ട സമയത്ത് ഞാൻ CJ തോമസിനെ ഓർത്തു. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ഉണ്ടല്ലോ, ആ മനുഷ്യൻ നീ തന്നെ. അപ്പം എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൈ ചൂണ്ടി പറയുമ്പോൾ മാത്രമേ അവരോരോരുത്തരും ശരി ഞാൻ തന്നെ എന്ന് പറയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഞാനും നിങ്ങളും ഉൾപ്പെട്ട സമൂഹം ആട്ടത്തിലുണ്ട്. ആ ആട്ടം ഓരോ കാലഘട്ടങ്ങളിലും എല്ലാ മനുഷ്യരിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 94, 95, 2000 ഇവർ പലരും എൻ്റെ മകളും കൂടി ഇവിടെ നാടകം കളിച്ചിട്ടുണ്ട് ലോകധർമ്മിയുടെ. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് ഇവരെ എല്ലാവരും പരിചയമുള്ളവരാണ്. പിന്നെ ആട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആനന്ദ് ഏകർഷിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരാളാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദവും നേടിയത്. അത് മുഴുവനും ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള തന്മാത്ര, ബൊഗൈൻവില്ല, വേറെ പല ചിത്രങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ഒരു 3/4 ഭാഗം മനഃശാസ്ത്രം കൊണ്ടുവന്ന ശേഷം പിന്നെ അത് ക്ലീശയായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമ ഒരു പ്രാവശ്യം കണ്ടാൽ പോരാ, കഥയറിയാതെ ആട്ടം കാണുന്ന പോലെയാണ് ആദ്യത്തെ തവണ നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കൂ. ഓരോ കഥാപാത്രത്തിൻ്റെയും കൺപീലി വരെ അവർക്ക് പറയാനുള്ളത് പരസ്പരം കാപട്യത്തിൻ്റെ മുഖങ്ങൾ പുറത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയും കുറച്ച് പുരുഷന്മാരും കൂടി അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു കഥ ആനന്ദ് ഏറ്റവും മനോഹരമായിട്ട് അതിനെ ശക്തമായ തിരക്കഥയുണ്ടാക്കി അവസാനം വരെ ആ മാനസിക വ്യാപാരങ്ങളെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ആനന്ദിന് കഴിഞ്ഞു. അതിൻ്റെ കൂടെ മഹേഷ് ഭുവനേന്ദിൻ്റെ എഡിറ്റിംഗ് ഇത്രയും മനോഹരമായിട്ട് മറ്റൊരു സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ല. ദേശീയ അവാർഡ് നേടിയ ബെസ്റ്റ് ഫീച്ചർ ഫിലിം, എഡിറ്റിങ്ങിന് ദേശീയ അവാർഡ്, സംവിധാനത്തിന് ദേശീയ അവാർഡ്, ഇതെല്ലാം നേടിയ ഈ ചിത്രത്തിലെ ഈ കലാകാരന്മാരെല്ലാം പച്ചയായിട്ട് അവരായിട്ട് തന്നെ വരികയും അവരായിട്ട് തന്നെ അഭിനയിക്കുകയും ചെയ്ത സിനിമയാണത്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഇത്രയും നല്ലൊരു മൂവി നമ്മൾ കുറേ കൂടി അംഗീകാരങ്ങളും കുറേ കൂടി ആരവങ്ങളോടെയും കൂടി സ്വീകരിക്കേണ്ടതായിരുന്നു എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ കാലം തെളിയിക്കും. നിങ്ങൾക്കറിയാം, യവനിക
ഇന്നും KG ജോർജ് സാറിൻ്റെ യവനിക നമ്മുടെ എല്ലാം മനസ്സിൽ നിലനിൽക്കുന്നു. ആ യവനികയോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു തിയേറ്റർ മൂവി വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആട്ടം എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ എഫർട്ട് വിനയ് ഫോർട്ട് ആണ് ഇത് തുടങ്ങി വെച്ച തൻ്റെ സഹപ്രവർത്തകരെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം. ടെംസിയൻ ഓഫ് ആട്ടം എന്ന് പറഞ്ഞ് ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, ഞാൻ കാണുകയുണ്ടായി. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം പോയിട്ട് ആ ഡോക്യുമെൻ്ററി യൂട്യൂബിലുണ്ട്, എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ നമുക്കറിയാം ഈ സിനിമയുടെ പുറകിലുണ്ടായ ഏറ്റവും വലിയ പ്രേരകവും അതിൻ്റെ ശക്തിയും എങ്ങനെ ഇത്രയും മനോഹരമായിട്ടൊരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഭംഗിയായിട്ട് ആ ഡോക്യുമെൻ്ററി കാണാൻ സാധിക്കും. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രദീപ് മേനോനെ അദ്ദേഹത്തിന് പറയാനുള്ള വാക്കുകൾ കേൾക്കാനായിട്ട് സാദരം ക്ഷണിക്കാം. സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, എൻ്റെ സഹോദരന്മാരെ, ഇത് കാണാൻ വന്നിരിക്കുന്ന നല്ലവരായ കാണികളെ, വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത് വെച്ചാൽ ആട്ടം തുടങ്ങിയത് ഈ സ്റ്റേജിൽ നിന്നാണ്. അപ്പോൾ ഇതിവിടെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു, പ്രസംഗിക്കാൻ കിട്ടിയപ്പോൾ. ഈ ആട്ടത്തിന് ശേഷം ഈ സിനിമ പുറത്തു വരികയാണെങ്കിൽ ഇവിടെ ഇതിലുള്ള പല കലാകാരന്മാരും അറിയപ്പെടും, ഈ സിനിമയെ അറിയപ്പെടുന്നു എന്ന് വെറും ഒരു വാക്കായിട്ട് ഞാൻ സംസാരിച്ചതാണ്. പക്ഷേ ഇത് ലോകത്തിനു മുമ്പിൽ അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ചിത്രമായി മാറിയതിൽ ഈ എടപ്പള്ളി ചങ്ങമ്പുഴ സമിതിക്ക് എൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ആദ്യം അറിയിക്കട്ടെ. കാരണം ഇവിടത്ത് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ സിനിമ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ മാതിരി ആവണം എന്ന് തുടക്കം മുതൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ സിനിമകൾ അധികം നടക്കുന്നത് പ്രമുഖ വലിയ ഹോട്ടലുകളിലും പല ക്ഷേത്രങ്ങളിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ പല പൂജകളും നടക്കാറ്. പക്ഷേ നിമിത്തം പോലെ ഈ സിനിമ തുടക്കം കുറിച്ചത് ഈ ചങ്ങമ്പുഴയിൽ നിന്നാണ്. അപ്പോൾ അതിനുശേഷം സിനിമയുടെ വളർച്ച വളരെ ഗംഭീരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നിരുന്നു. ഇതിന് കാരണമായിട്ടുള്ള 3-4 കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇന്ന് അവിചാരിതമായിട്ട് ഈ സിനിമയ്ക്ക് കാരണക്കാരനാവാൻ എൻ്റെ അടുത്ത് വന്നത് ശരിക്കും പറഞ്ഞാൽ വിനയ് ഫോർട്ടാണ്. വിനയ് ഫോർട്ട് വളരെ മെച്ചമായിട്ട് പറഞ്ഞു, പ്രതിയോട്ട ഒരു കഥയുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെയാണ്, നിങ്ങളൊന്ന് കേൾക്കണം. യഥാർത്ഥത്തിൽ ഞാൻ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. യഥാർത്ഥത്തിൽ സിനിമ പ്രൊജക്റ്റുകൾ അധികം ഉണ്ടാക്കാറില്ല. പ്രതിയോട്ട ഈ കഥ ഒന്ന് കേൾക്കണം. കാരണം അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയാൽ, പ്രതിയോട്ട ഒന്ന് കേൾക്കണം, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് കഥ, ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നേക്കാളും മുമ്പ് പല പ്രമുഖമായ വ്യക്തികളോടും ഈ സിനിമ ചർച്ച ചെയ്തിട്ടുണ്ട്, എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ ഒരു 15 മിനിറ്റ് ഡയറക്ടർ സംസാരിച്ചിട്ടുള്ളൂ. ഈ 15 മിനിറ്റിലേക്ക് എനിക്ക് സിനിമ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പാഠം, നല്ലൊരു ശ്രോതാവ് ആവുക. അതായത് എവിടെയാണ് മാണിക്യക്കല്ല് ഇരിക്കുന്നത് പറയാൻ പറ്റില്ല, പക്ഷേ പിന്നെ അവിടെ നിന്ന് ഇതിൻ്റെ ഗതി വളരെ മുന്നോട്ട് വളരെ വേഗത്തിലായിരുന്നു. ഈ നിമിഷത്തിൽ ഇവിടെ മറന്നുപോയൊരു പേരുണ്ട്, ഡോക്ടർ അജിത് ജോയ്. അദ്ദേഹമാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രൊഡ്യൂസർ. പക്ഷേ ഒരു സമയത്ത് പുള്ളിക്ക് 4 പടങ്ങൾ ചെയ്യാൻ ചേംബർ സമ്മതിക്കാത്തതുകൊണ്ട് ഈ സിനിമ എൻ്റെ പേരിലാണ് പുള്ളി പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയുടെ അങ്ങനെ ആദ്യം ഒരു പ്രൊഡ്യൂസർ ആവാനും അതിന് നാഷണൽ അവാർഡ് കിട്ടാനും ഒരു കാരണക്കാരാവാൻ പറ്റിയിൽ ഞാൻ ഇതിൻ്റെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഇതിലെ ഓരോ അഭിനേതാക്കനും ഞാൻ നന്ദി പറയുകയാണ്. രണ്ടാമതായിട്ട് ഈ സിനിമ പറയുമ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിന് ത്യാഗം എന്നുള്ള ഒന്നുണ്ട്. ഞാൻ പണ്ട് ഇത് കണ്ടിരിക്കുന്ന ദേശാടന എന്ന സിനിമയ്ക്കാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയത് മാത്രമേ ആൾക്കാർ ചർച്ച ചെയ്യാറുള്ളൂ. പക്ഷേ ഈ സിനിമയുടെ ഓരോ ഭാഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി, അതായത് വലിയ വലിയ ഹോട്ടലുകൾ താമസിക്കാതെ ഇവരെവിടെയാണോ ഷൂട്ട് ചെയ്ത് ആ സിനിമയിൽ കാണുന്ന വീട്ടിൽ തന്നെയാണ് ഇതിലെ ഓരോ അംഗങ്ങളും കിടന്നിരുന്നത്. നല്ലൊരു മഴക്കാലാണ്, പലപ്പോഴും കറണ്ട് പോവും. അങ്ങനെ ആ വീട്ടിൽ കിടന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പോൾ ഈ സിനിമ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ബുദ്ധിമുട്ടിയതിനുള്ള ഏറ്റവും വലിയ റിസൾട്ടാണ് അവർക്ക് ഈ സിനിമ കൊടുത്തിരിക്കുന്നത്. ഈ സിനിമ നമ്മൾ മലയാളികളെക്കാളും കൂടുതൽ അന്യരാജ്യത്തുള്ള പുറത്തുള്ള പല പ്രമുഖമായ വ്യക്തികൾ കണ്ടിട്ടും അവരാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ സിനിമ നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഒരു കാരണക്കാരൻ ഓസ്ട്രേലിയയിലുള്ള ഒരാളാണ്. ഈ സിനിമ വിളിച്ചു വരുത്തുകയും ഈ സിനിമ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം പല പ്രാവശ്യങ്ങളിൽ ഈ സിനിമ കണ്ടിട്ടുണ്ട്. ആട്ടം ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആട്ടം എന്നുള്ള സിനിമ മാത്രമല്ല, ആട്ടത്തിനുണ്ടായ കാരണങ്ങളും ആട്ടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ആട്ടത്തിന് വർക്ക് ചെയ്തതെല്ലാം സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി മാറുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനിയും ഇത്തരങ്ങൾ സിനിമ കണ്ടുമ്പോൾ ഞാൻ പഠിച്ചൊരു പാഠം, അതായത് പലവരും കഥ പറയാൻ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കേൾക്കാണ്ട് വിടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പൊ വിനയ് പറഞ്ഞു, വിനയ് എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയാ വളരെ ക്ലാസിക്കൽ മൂവി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും പലരും കേൾക്കാതെ വിട്ടെന്ന് വിനയ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല.
നല്ല സിനിമകൾ കേൾക്കാനോ അല്ലെങ്കിൽ നമ്മൾ കഥ കേൾക്കാനുള്ള ഒരു അവസരം കൊടുക്കുമ്പോഴാണ് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ സിനിമ കേൾക്കാൻ നിൽക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി, അതുകൊണ്ട് അതൊരു നിമിത്തമായി മാറി. അതുകൊണ്ട് ഞാൻ പഠിച്ചു, ഇനി മുതലെങ്കിലും എപ്പോഴെങ്കിലും ആൾക്കാർ കഥ കേൾക്കാൻ കിട്ടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സമയങ്ങൾ അവർക്ക് വേണ്ടി വിനിയോഗിക്കണം. അതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് പലർക്കും ഇവിടെ വരാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഒറ്റപ്പാലത്തൊരു പരിപാടിയാണെങ്കിലും ഉച്ചയ്ക്ക് ഞാൻ പോകുന്നു. കാരണം ഞാനും കൂടി ഇല്ലെങ്കിൽ ഈ സദസ്സ് പൂർണ്ണമാവില്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് വരാൻ പറ്റിയത്. അതുകൊണ്ട് വന്നിരുന്ന ഈ പരിപാടി കാണാൻ വന്ന എല്ലാവരോടും ഞങ്ങളുടെ ഈ ആട്ടം എന്നുള്ള സിനിമയുടെ പ്രവർത്തകരുടെയും ഓരോരുത്തരുടെയും നന്ദിയും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് മെമൻറ്റോ സമർപ്പണമാണ്. അതിനായി ചങ്ങമ്പുഴ കേന്ദ്രം പ്രസിഡന്റ് പി പ്രകാശിനെ സാദരം ക്ഷണിക്കുന്നു, ഒപ്പം കലാകാരന്മാരെയും. ഇതിന് ആശംസ അർപ്പിക്കുന്നതിനായി പി പ്രകാശ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഈ വൈകിയ സമയത്ത് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളോട് ഒന്നും സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാലും ഒരു മര്യാദയ്ക്ക് വേണ്ടി 2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഇവർ ഇത് തുടങ്ങി വച്ചത് ഈ ചങ്ങമ്പുഴ പാർക്കിൽ ആണ് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ചങ്ങമ്പുഴ പാർക്ക് ഒരു ഭാഗ്യവേദിയാണ് എന്ന് ഇതിൽ നിന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇവരെല്ലാവരും ഇവിടെ ചന്ദ്രദാസൻ്റെ ലോകധർമ്മിയിൽ ഈ ചങ്ങമ്പുഴ പാർക്കിൽ തന്നെ നാടക അഭിനയ പരിശീലനം നേടിയവരാണ്. അത് ചങ്ങമ്പുഴ പാർക്കിനുള്ള ഒരു വലിയ അംഗീകാരവും കൂടിയാണ് അത്. അപ്പോൾ ആ നാടക പരിശീലനത്തിൽ ഞാനും പങ്കെടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ സിനിമാ രംഗത്ത് എത്തുമായിരുന്നു. ഏതായാലും മെട്രോ ഫിലിം സൊസൈറ്റിക്ക് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവുമായി വളരെ ഊഷ്മളമായ ഒരു ബന്ധമാണുള്ളത്. എല്ലാ മാസവും അവർ ഓരോ നല്ല സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അടുത്ത മാസം അല്ലെങ്കിൽ അതിനടുത്ത മാസം 4-5 ദിവസം മെട്രോ ഫിലിം സൊസൈറ്റിയുമായി ചേർന്ന് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നതാണ്. പക്ഷേ ദിവസങ്ങൾ അടുപ്പിച്ചൊരു 5 ദിവസമൊന്നും ഒഴിവില്ലാത്തതിനാൽ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു 2-3 ദിവസം കിട്ടിയാൽ ഒരു ചെറിയ ഫിലിം ഫെസ്റ്റിവൽ നടത്താം. അതിനുശേഷം 2-3 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് ഒഴിവ് വരുമ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താം. അക്കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ ഉറപ്പ് നൽകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. നമുക്ക് ഇവരെ എല്ലാവരെയും സംസാരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആദ്യം സിനിമ കാണണം. അതിനുശേഷം ഇവരെല്ലാവരും ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇവരോട് ചോദ്യോത്തരങ്ങളും നിങ്ങളുടെ സംശയങ്ങളും സംവാദങ്ങളും ഒക്കെ നമുക്ക് നടത്താം. അപ്പോൾ ഇത്രയും നല്ലൊരു സായാഹ്നം നമുക്ക് വളരെ തിരക്ക് പിടിച്ചിട്ടാണെങ്കിലും ഒരു സായാഹ്നം നമുക്ക് കിട്ടി. ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർക്കുന്നു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മോളെയും കൊണ്ട് റിഹേഴ്സലിന് വന്നിരുന്ന സ്ഥലത്ത് വന്ന് നിന്ന് അതിലെ കലാകാരന്മാരെ വെച്ച് എനിക്ക് സംസാരിക്കാൻ സാധിച്ചത് ഏതോ ജന്മാന്തര പുണ്യം തന്നെയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഏറ്റവും മനോഹരമായ ഒരു സിനിമയുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ളൊരു കയ്യടി അവർക്ക് കൊടുക്കുക. പ്ലസ് നമ്മളെ ഈ ചടങ്ങിന് ഔപചാരികമായൊരു നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് മെട്രോ ഫിലിം സൊസൈറ്റി ജോയിൻറ്റ് സെക്രട്ടറി സന്തോഷ് കുമാറിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവർ, ഈ വൈകികളിൽ നീണ്ടൊരു കൃതജ്ഞത പറയുന്നതിന് പ്രസക്തിയില്ലെന്നറിയാം. അപ്രതീക്ഷിതമായ ചില കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സിനിമ വൈകിയത്. മെട്രോ ഫിലിം സൊസൈറ്റി ഇന്ന് എറണാകുളം ജില്ലയുടെ ഒരു നല്ല സിനിമ പ്രദർശിപ്പിക്കുന്ന സൊസൈറ്റി എന്ന മുഖമുദ്ര നേടിയിട്ടുണ്ട്. നല്ല സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രഥമ സ്ഥാനം മെട്രോ ഫിലിം സൊസൈറ്റിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോട് പറയാൻ കഴിയും. ഇന്നിവിടെ ഈ ആട്ടം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സ്വീകരണവും അതേസമയം അതോടൊപ്പം തന്നെ ആട്ടം സിനിമയുടെ പ്രദർശനം നടത്തുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രേക്ഷകർക്കും അണിയറ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും വളരെ സ്നേഹം. വൈകിയ വേളയിലും നിങ്ങളിവിടെ ഇരിക്കുന്നതിൽ ഇതിൽ 2 മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത ആളുകളാണ്. അതിൽ മെയിൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ആരാരാണ് എല്ലാവരും ഒരുപോലെയാണ്. അതുപോലെ തന്നെ സ്വന്തം പേരുകളാണ്
അതിലുപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ആദ്യമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ സാധാരണ സ്ത്രീപക്ഷ സിനിമകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, പക്ഷെ ഒരു പുരുഷപക്ഷ സിനിമകൾ എന്ന് പറയാനായിട്ടൊരു കാറ്റഗറി ഉണ്ടോ എന്ന് ഇന്നും മനസ്സിലായിട്ടില്ല. നമ്മുടെ നാട്ടിലൊരു ചൊല്ല് പറയും, അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൂടെ നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ഈ ആട്ടം എന്ന് പറയുന്ന സിനിമ ആ പേരുപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ ഈ ആട്ടം എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്ക്, 2 വാക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിന് വലിയൊരു അർത്ഥം പലതരത്തിൽ നമുക്കതിനെ കൽപ്പിക്കാം. നമ്മൾ കഥകളിയിൽ ആട്ടം ഉപയോഗിക്കാറുണ്ട്, നീ എന്താ ആട്ടം കാണാൻ എവിടെ നിൽക്കണമെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലും ഭയങ്കര വൈഡായിട്ടുള്ള ഒരു അർത്ഥമുള്ള ഒരു ആഴമുള്ള വാക്കാണ് ആട്ടം എന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു 1-2 ദിവസങ്ങളാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചതായിട്ട് നമുക്ക് കാണുന്നത്. ഒരു ദിവസമാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ചിത്രീകരണം നടന്നിട്ടുള്ളതായിട്ട് കഥ കാണിക്കുന്നത്. അപ്പം സത്യത്തിൽ ഈ ചിത്രീകരണം എങ്ങനെയായിരുന്നു, അത് എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്, അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നാടക കലാകാരന്മാർ തന്നെയാണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മളിത് ഒരു ഡീപ്പ് സ്റ്റഡി ചെയ്താണെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന്. എന്തായാലും ആദ്യം തന്നെ ഇത്രയും വൈകിയ സമയത്തും നിങ്ങളെല്ലാവരും ഇത്രയും സമയം ഇരുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി കേൾക്കാൻ കാത്തിരുന്നതിനും വളരെയധികം നന്ദി. ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കണേക്കുമ്പോൾ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങളുടെ നാടകക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു നല്ല സമയം ഞങ്ങൾ ഈ ചങ്ങമ്പുഴ പാർക്കിനും പരിസര പ്രദേശം ഇതിൻ്റെ മുക്കും മൂലയെല്ലാം ഞങ്ങൾക്ക് സുപരിചിതമാണ്. അതിൻ്റെ ഒരു എനർജി വേറെ ആയിരുന്നു. നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾക്കിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ മത്തൻ ചേട്ടനോട് പറഞ്ഞു, ഇതൊരു ചരിത്രമല്ല മത്തൻ ചേട്ടാ, നമ്മൾ എത്ര കാലമായി ഇവിടെ നാടകം കളിച്ച് കിടന്ന് വെച്ചിട്ട് നമ്മുടെ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൽ അഭിനയിച്ച എല്ലാവരും ഞങ്ങൾക്ക് 20 വർഷങ്ങൾ അതിന് മേലെയായിട്ട് കൂടുതലും ചങ്ങമ്പുഴ പാർക്കിൽ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നത്, ലോകധർമ്മയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ലൈഫ് മൊത്തം ഇവിടെ തന്നെയായിരുന്നു. ഈ മരച്ചുവട്ടും ഞങ്ങൾക്ക് ഇവിടെ ഒരു നാടകമരം ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ നവീകരിച്ചതിന് ശേഷം ഞങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്തിരി പാടുണ്ട് ഈ സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും അഭിനയിച്ച് അതിലൊരാൾ സംവിധാനം ചെയ്തൊരു സിനിമയിരുന്ന് കാണുന്നതെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നുള്ളൂ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സൗഹൃദത്തിൻ്റെ സിനിമയാണ്, ഒരു സൗഹൃദത്തിൻ്റെ റിസൾട്ടാണ് സിനിമ. സിനിമയ്ക്ക് കിട്ടിയ എല്ലാ അംഗീകാരങ്ങളും ഞങ്ങളുടെ ആത്മാർത്ഥമായ സൗഹൃദത്തിൻ്റെയും ആ ഒരു വൈബിൻ്റെയും നമ്മൾ സമീപിച്ച രീതിയുടെയും ഒരു റിസൾട്ടാണ് സിനിമ. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു നാടകക്കാരെന്നുള്ള രീതിയിൽ ഒരു സിനിമ എടുത്ത് അത് എത്രത്തോളം പോകുമെന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ആ സിനിമ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ തീമിനെയും എല്ലാ രീതിയിലും അതിൻ്റെ ആസ്പെക്റ്റ് നമ്മൾ ആത്മാർത്ഥമായിട്ട് സമീപിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും അംഗീകാരങ്ങൾ കിട്ടിയെന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ നാടകക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു റിഹേഴ്സൽ കാരണം സിനിമാറ്റിക് അല്ല പലതും. ഈ സിനിമ പറയുന്ന വിഷയം സംബന്ധിച്ച് ഈ ഒരു രീതിയിലുള്ള ആക്ടിങ്ങാണ് അതിന് കൺവിൻസിങ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ശീലിച്ച ഒരു ലൗഡർ, ഇപ്പോൾ മാഡത്തിനൊക്കെ അറിയായിരിക്കും, ഞങ്ങൾ ശീലിച്ച ഒരു സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് ആണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ ഭയങ്കര ലൗഡറായിട്ട് നാടകക്കാരുടെ എല്ലാ ബോഡി ലാംഗ്വേജും നമുക്ക് വർഷങ്ങളായിട്ട് ഉണ്ട്, ഞങ്ങളുടെ ബോഡി കിടപ്പുണ്ട് ആ ലൗഡർ രീതി. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ലൗഡർ രീതി ഒരിക്കലും പറ്റില്ല. ഈ സിനിമയ്ക്ക് എപ്പോഴും ഒരു 0 സെറ്റിലിറ്റിലേക്ക് വരണം ഇതിൻ്റെ ആക്ടിങ്. അപ്പം കൂടുതലും ഞങ്ങളുടെ റിഹേഴ്സൽസ് എല്ലാം ആ 0 സെറ്റിലിറ്റിലേക്ക് വരാനുള്ള റിഹേഴ്സൽസ് ആയിരുന്നു. അപ്പോൾ അതിന് കുറേ കാലം അതിൻ്റെ കോർ ഏരിയ, അതായത് റൗണ്ട് ടേബിൾ ഡിസ്കഷൻ പാർട്ടാണ് അതിൻ്റെ കോർ ഏരിയ. അതിനു വേണ്ടിയുള്ള ഒരു പരിശീലനം ഞങ്ങൾക്ക് ഏകദേശം 1 മാസത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം സെറ്റിൽ വന്നിട്ട് റിഹേഴ്സൽ, അതായത് ഞങ്ങളുടെ മെയിൻ ലൊക്കേഷനിൽ വന്നിട്ട് അവിടെ ഒരാഴ്ചത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ സമയത്ത് സ്ക്രിപ്റ്റ് തന്ന് അങ്ങനെ ചെയ്യുന്ന രീതിയായിരുന്നു. പക്ഷേ അതിൻ്റെ കോർ ഏരിയയൊക്കെ ഞങ്ങൾക്ക് ആ പറഞ്ഞ പോലെ ആ റൗണ്ട് ടേബിൾ ആ സിനിമ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു 10-20 മിനിറ്റ് ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾ ഒറ്റയടിക്ക് പോകുമായിരുന്നു. പക്ഷേ അത് സിനിമയിലേക്ക് വരുമ്പോൾ അത് കട്ട് ചെയ്ത് നമുക്ക് എടുത്തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലമുള്ള ഞങ്ങൾ പരിചയവും ഞങ്ങളുടെ ഒരു തമ്മിലുള്ളൊരു സൗഹൃദമൊക്കെ ഒരുപാട് ഈ സിനിമയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ പേരുകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സിനിമയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. ചോദിച്ചു.
ഇത് വേറൊരു കാര്യം, നമ്മൾ സാധാരണ എല്ലാ സിനിമകൾക്കും നമ്മളൊരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് സസ്പെൻസ് പൊളിക്കുക എന്ന് പറയുന്ന അത് ലാസ്റ്റ് നമ്മൾ ആ സസ്പെൻസ് പൊളിഞ്ഞിട്ടാണ് എല്ലാ സിനിമകളും അവസാനിക്കാറ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആരാണ് ഇത് ചെയ്തത് എന്ന് മനഃപൂർവ്വം അങ്ങനൊരു സ്ക്രിപ്റ്റിൽ തന്നെ അങ്ങനെ ആയിരുന്നോ, അതോ ഏതെങ്കിലും ഒരു ധാരണയിൽ അത് അങ്ങനെ ആയതാണോ? ആദ്യമേ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ആനന്ദ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അയാളൊരു നല്ല നടനാണ്. ആനന്ദിൻ്റെ അഭിനയം ഇനി കേരളം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു ആക്ടർ തന്നെയാണ് ആനന്ദ്. അപ്പോൾ ആനന്ദ് അഭിനയിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലിരുന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വേറൊരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന് ആ യാത്രക്കിടയിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഭയങ്കര സ്ട്രെയിനായിട്ടൊരു പനി പിടിച്ച് തീരെ അവശനായ ഒരവസ്ഥയിലാണ്. അല്ലെങ്കിൽ ഇന്നിവിടെ എത്തിയേനെ. കാരണം ആനന്ദിന് വളരെയധികം പ്രിയപ്പെട്ടൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നതുപോലെ. ആനന്ദ് എപ്പോഴും പറയുന്ന, ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുന്ന, പ്രശാന്ത് പറഞ്ഞ പോലെ ഒന്നിച്ചു കൂടുന്നൊരു സ്ഥലമാണ്. ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെയാണ് ഈ സ്പേസ്. ഞങ്ങളിവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്, രാത്രി മുഴുവൻ കിടന്നുറങ്ങി, ചാക്ക് വിരിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട് നാടകം കഴിഞ്ഞിട്ട്. ഈ പ്രദേശമൊക്കെ ഇത്രയും വലിയ ആൾക്കൂട്ടമൊക്കെ ആവുന്നതിന് മുമ്പ് ഈ ക്യാമ്പസ് ഞങ്ങളുടേതായിരുന്നു. അപ്പോൾ അത് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ആനന്ദിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. അജിച്ചേട്ടൻ ഒരു ചെറിയ സർജറിയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. നന്ദൻ ഒരു ഷൂട്ടിലാണ്, ചേർത്തലയിലാണ്. അങ്ങനെ പലർക്കും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. എത്തിയവരാണെങ്കിൽ തന്നെ മെട്രോയിൽ പോകുക എന്നുള്ള ഒരു സമയക്രമത്തിലാണ് വന്നത്. പക്ഷേ നമ്മുടെ പരിപാടി ഇവിടെ വൈകിയപ്പോൾ അവരുടെ മെട്രോ പോകും എന്നുള്ളത് കൊണ്ട് സന്തോഷ് പിറവത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ പിറവത്ത് എത്താൻ ബുദ്ധിമുട്ടും. അങ്ങനെയാണ് എല്ലാവരും പോയി ഞങ്ങൾ മാത്രമായത്. ഞങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിന്നതാണ്. ഞങ്ങൾക്കും ചെറിയ അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. എന്നാലും സന്തോഷമുള്ള കാര്യമാണ്. ചോദിച്ചത് ഇതിൻ്റെ ഒരു സസ്പെൻസ് റിവീൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് ആനന്ദിൻ്റെ തന്നെ പൂർണ്ണമായും ഈ പ്ലോട്ട്, ഈ സ്ക്രിപ്റ്റ്, ഇതിൻ്റെ ഡയലോഗ്സ്, ഇതിൻ്റെ ഡയറക്ഷൻ, ഇതിൻ്റെ പേഴ്സ്പെക്റ്റീവ്, ഇതെല്ലാം ആനന്ദിൻ്റെ ക്രിയേഷനാണ്. അതിനകത്ത് ചില കാര്യങ്ങളിൽ ചില ചെറിയ ഡിസ്കഷൻസ് ഉണ്ടാവും എന്നല്ലാതെ പൂർണ്ണമായും ഇതിൻ്റെ റൈറ്റ് മുഴുവൻ ആനന്ദിൻ്റെ ബ്രില്യൻസാണ്. അപ്പോൾ ആനന്ദിൻ്റെ ചോയ്സാണ്, ആനന്ദിൻ്റെ ക്രിയേഷനാണ് ഇതിങ്ങനെ തന്നെ വിടുക എന്നുള്ളത്. കാരണം നമ്മളെപ്പോഴും ഉത്തരം ആഗ്രഹിച്ചാണ് ഒരു സിനിമ കാണാനിരിക്കുക. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സിനിമയ്ക്കകത്ത് ആരെയും ഒരാളെ ഈ ബ്ലാക്കിലോ വൈറ്റിലോ നിർത്തുന്നില്ല. എല്ലാവരും ഷെയ്ഡഡാണ്. എല്ലാവരുടെയും ഉള്ളിൽ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. അവസരങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ എങ്ങനെ മാറുന്നു, അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷനും കൂടിയാണ് ഈ സിനിമ. ഒരാൾ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവുമ്പോഴും ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ട് ഇൻഡിവിജ്വൽ ആകുമ്പോഴും എങ്ങനെയാണ് സൊസൈറ്റിയിൽ പെരുമാറുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഈ ജെൻഡർ ഇഷ്യൂ, ഇതൊരു ഫെമിനിസ്റ്റിക് സിനിമയാണെന്നൊക്കെ ആളുകൾ പറയുമ്പോഴും ഇതിനിങ്ങനെ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ഡെപ്ത്. ഇതാണ് ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്. ഈ രണ്ട് അവസ്ഥകളിൽ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിന്, കാരിക്കേച്ചറിന് ഒക്കെ എങ്ങനെ വ്യത്യാസം വരുന്നു. ഇതാണ് ഈ സിനിമയിലൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത് ആനന്ദ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുമ്പോൾ, ഈ ഉത്തരമില്ലാതെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമ ഹോണ്ട് ചെയ്യുന്നത്. ഉത്തരം കഴിഞ്ഞാൽ ഈ സിനിമ ഉത്തരമുണ്ടായി ഒരാളെ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരാളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അതോടുകൂടി നിങ്ങൾ ഈ സിനിമ പ്രേക്ഷകർ ഈ സിനിമ തിയേറ്ററിൽ ഉപേക്ഷിച്ച് പോകും. രണ്ടാമതൊരു കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാവില്ല. രണ്ടാമതൊരു കാഴ്ച ഉണ്ടാവും. നമ്മളെന്താ പറയുക, ഒരു ഈ ആർട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ട്, ഒരു സെൽഫ് പ്യൂരിഫിക്കേഷൻ. ആ പ്യൂരിഫിക്കേഷനാണ് ഈ സിനിമ തരുന്നത്. ഓരോരുത്തരും അഞ്ജലിയിൽ തന്നെ കാണുകയോ, ഓരോരുത്തരും ഇതിലെ ഓരോ ക്യാരക്ടേഴ്സായിട്ട് തന്നെ വിചാരണ ചെയ്യുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളാണ് കൂടുതലും. അങ്ങനെയാണ് ഈ സിനിമ വലുതാകുന്നത്. ഇതൊരു ചെറിയ സിനിമയാണ്, പക്ഷേ ഇതിൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ സിനിമ, ഇത് അവതരിപ്പിക്കുന്നതിലാണ് ഇത് വലുതാകുന്നത്. ഇപ്പോൾ മദൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാം. ഞാൻ പലപ്പോഴും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടല്ലോ എന്ന്. ഇതിപ്പോൾ അഞ്ജലി, ഞങ്ങൾ 9 പേര് അടങ്ങുന്ന സുഹൃത്ത് സംഘത്തിന് വേണ്ടി ആനന്ദ് ഉണ്ടാക്കിയ കഥയാണ്. ഇത് നടന്ന കഥയൊന്നുമല്ല.
ആനന്ദ് ഉണ്ടാക്കിയ കഥയാണ്. അപ്പോൾ സ്വാഭാവികമായും 9 പേര് പുരുഷന്മാരായതുകൊണ്ട് ഞങ്ങൾ ആൾറെഡി ഉള്ളവരാണല്ലോ, അപ്പുറത്തൊരു ഫീമെയിൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ടാണ് ആനന്ദ് വേറൊരു ഫീമെയിലിനെ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അഞ്ജലി നമ്മുടെ അടുത്തേക്ക് ഓഡിഷനിലൂടെ വന്നതാണ്. ഞങ്ങളുടെ കൂടെ തിയേറ്റർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളല്ല. അഞ്ജലി ചെന്നൈയിൽ തിയേറ്റർ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഈ പുരുഷന്മാർക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് വന്നതാണ്, അല്ലാണ്ട് ഇതൊരു ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിലെടുത്ത സിനിമയല്ല. ഇത് ഒരു നല്ല ആർട്ട് ഫോമിന്, ഇപ്പം നമ്മൾ ബഷീറിനെ വായിക്കുമ്പോൾ പല തലങ്ങളുണ്ട്. ഒരു ഇൻ്റലക്ച്വലിന് ബഷീറിനെ വായിക്കാൻ പറ്റും, ഒരു ലേമാന് ബഷീറിനെ വായിക്കാൻ പറ്റും. ഒരു നല്ല ആർട്ട് ഫോം പല ലെവലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളോട്. അങ്ങനെയാണല്ലോ. അതുപോലെയാണ് ഈ സിനിമ. ഇത് പല അടരുകളുണ്ട് ഇതിനകത്ത്. ആ അടരുകൾ എത്രത്തോളം ഓരോ തവണ കാണുമ്പോഴും പല അടരുകൾ നമ്മൾ ഇതിനകത്ത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള, പേഴ്സണലി ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇൻഡിവിജ്വലും വ്യക്തിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഈ സിനിമ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പം ഇബ്സൻ പറഞ്ഞാറുണ്ട്, എനിമി ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന നാടകത്തിൽ ഇബ്സൻ്റെ ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും ശക്തനായ മനുഷ്യനെന്ന്. അത് ഈ സൊസൈറ്റിയോട് എപ്പോഴും ഈ ഇൻഡിവിജ്വലിന് കോൺഫ്ലിക്റ്റ് ഉണ്ട്, എപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഒന്നുകൂടി എക്സ്പീരിയൻസ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം വാസ്തവത്തിൽ. അതുകൊണ്ടാണ് അത് ആൻസർ ചെയ്യാതിരിക്കുന്നത്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഈ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ വേറൊരു വശം ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒബ്സർവ് ചെയ്താൽ കാണാം. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് അവിടെ, തെരഞ്ഞെടുപ്പിൻ്റെ കൊടിതോരണങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി വരുന്നുണ്ട്, അവിടെയും ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ മദൻ്റെ വീട്ടിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമാണ്. ഇങ്ങനെ മൊത്തത്തിൽ ഒരു രാഷ്ട്രീയത്തെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരുന്ന വളരെ സട്ടിലായിട്ടുള്ള ഒരു പ്ലോട്ട് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അതൊക്കെ പല കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സാറ് പറഞ്ഞത് നമ്മളൊരു സ്ത്രീപക്ഷ സിനിമയായിട്ട് ഇതിനെ കാണാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ എനിക്ക് തുടക്കത്തിൽ ഇതൊരു സ്ത്രീപക്ഷ സിനിമയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് 2-3 ചോദ്യങ്ങൾ ഇതിൽ ഒരു പുരുഷനെ കൂടി, അതായത് ഒരു പുരുഷനെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന, കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് ധാരാളം പീഡന വാർത്തകളൊക്കെ ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഉന്നയിക്കപ്പെടുന്നൊരു ചോദ്യമുണ്ട്. അതായത് അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, നീ അയാളെ കണ്ടോ, അയാളാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ, അങ്ങനെയൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു വലിയ ചോദ്യം ഇതിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ കുറ്റാരോപിതനായി ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ആരോപിക്കുന്നുണ്ടെങ്കിൽ കൂടി അയാളെ പ്രതിയായിട്ട് കാണുന്ന ഒരു സമൂഹം, അതായത് കുറ്റാരോപിതനാണ് അയാൾ, പക്ഷേ അയാളെ പ്രതിയായിട്ടാണ് സമൂഹം കാണുന്നത് എന്നൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തിടത്തോളം അയാൾ പ്രതിയല്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ പോലും അങ്ങനൊരു ചോദ്യം ഈ സിനിമ ചോദിക്കാതെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എല്ലായിടത്തും. അതുപോലെ തന്നെ സ്ത്രീ അവസാനം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടത് സ്വന്തമായ ഒരു വഴി വെട്ടിത്തെളിച്ചുകൊണ്ട് സ്വയം നിന്നുകൊണ്ടാണെന്നൊരു ഉത്തരവും സിനിമ നൽകുന്നുണ്ട്. അതായത് സ്ത്രീ സ്വയം തെളിയിക്കേണ്ട ഒരു ബാധ്യത അവളിൽ നിലനിൽക്കുന്നുണ്ടെന്നൊരു ഉത്തരവും ഇതെനിക്ക് തോന്നിയതാണ്. എനിക്കറിയില്ല സിനിമയിൽ ഇക്കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓരോ ആളുകളും കാണുന്നതാണ് ഈ സിനിമ. അങ്ങനെയാണ് ഓരോ ആളുകളും അവരുടെ മനസ്സിലും അവർക്ക് സ്വന്തമായിട്ട് എന്താണോ അത് തോന്നുന്നത്, അതാണ് ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഓരോ ആളുകളുടെ പേഴ്സ്പെക്റ്റീവാണ്. അതുപോലെ തന്നെ വിനയ് ഫോർട്ടിനോട് പറയുന്ന ഒരു സംഭാഷണമുണ്ട്, നീ നിന്നെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ വാചകം വായിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞ് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ആളുകളും അവനവനെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത്. അങ്ങനെ കുറേ ഡീറ്റെയിലിംഗ് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ മഴ ഇതിൽ നമ്മൾ തൂവാനത്തുമ്പികളിലെ, ഞാനിപ്പോൾ സന്തോഷേട്ടൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ മഴ ഒരു ക്യാരക്ടറാണ്. മഴയും ഒരു റോള് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഇതിൽ മഴ ഓരോ മനുഷ്യരുടെ അന്തസംഘർഷങ്ങളെയാണോ, എങ്ങനെയാണ് ഈ മഴ ഇതിലേക്ക് വരുന്നത്? ഇതിൻ്റെ ഓരോ ഫേസസും ഓരോന്ന് പ്രകൃതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഇത് കാണിക്കുന്നുണ്ടല്ലോ. കാറ്റ് വരുന്നതും ആ കാറ്റൊരു കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ ഇയാൾ വരുമ്പോഴത്തേക്കും ആ ആട്ടം അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഒലയുണ്ട് എല്ലാവരും. അതുപോലെ നമ്മുടെ മനസ്സ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതും, പിന്നെ അങ്ങനെ കുറച്ച് സിമ്പിൾസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്.
പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീപക്ഷം എന്നതിനൊക്കെ പറയും, ഇതൊരു മിററാണ് ആക്ച്വലി. നമ്മളിപ്പോൾ പറഞ്ഞാലേ അത് എന്തുകൊണ്ടത് പറഞ്ഞില്ലെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ആ കുറ്റവാളിനെ പറഞ്ഞില്ല. പക്ഷേ അത് പറയാതിരുന്നപ്പോഴാണ് ഈ സാധനം, ഈ സിനിമ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം നമ്മൾ ആ തിയേറ്റർ വീട്ടിൽ പോയിരുന്ന് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യുകയും നമ്മൾ കണ്ടവരോട് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് വായനകൾ അവിടെ വരണുണ്ട്. അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പ്രീച്ച് ചെയ്തിട്ടില്ല. നമ്മൾ തന്നെ ഇപ്പോൾ പല കഥാപാത്രങ്ങളും ഒരാളൊരു ഡയലോഗ് പറയുമ്പോൾ, ഒരാളൊരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിന് കൗണ്ടറായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ടാവും. ആ ചോദ്യമാണ് അടുത്ത കഥാപാത്രം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് റിലേറ്റബിളായിട്ട് തോന്നുന്നത്. കാരണം അതങ്ങനെയല്ലേ എന്ന് നമുക്കൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അപ്പോഴത്തേക്കും മറ്റേ ചോദിച്ചു കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ തന്നെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മുടെ പല സാഹചര്യത്തിലും നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ആറ്റിറ്റ്യൂഡും ഒക്കെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ തോന്നും, ഇപ്പം നമ്മൾ ആ ഒരു ഡിസ്കഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഒക്കേഷനിൽ ഞാൻ എങ്ങനെയാണോ പെരുമാറിയത്, അത് ശരിയായിരുന്നോ, അത് ശരിയല്ലല്ലോ എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കും. ഇതിപ്പോൾ സിനിമയിൽ കാണിച്ചിരുന്ന ഒരു പെണ്ണിൻ്റെ കാര്യമാണ്. അതൊരു ആണുങ്ങളുടെ കേസിൽ ഇതൊക്കെ തന്നെ. ഇപ്പോൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ വേറൊരു ഏരിയയിലോ ഒരു ഗ്രൂപ്പിൽ സംഭവിക്കുമ്പോൾ, ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി, ആണുങ്ങളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ പല ഗ്രൂപ്പുകളായിട്ട് തിരിയും, പല ചേരികളായിട്ട് തിരിയുമ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് ഫേവർ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഒപ്പം നിന്നുള്ള ആൾ തന്നെ ചിലപ്പോൾ മാറിക്കളയും. അപ്പം നമ്മൾ ശരിക്കും വിഷമമായി പോകും. അതൊരു സിനിമയിലൊരു പെണ്ണിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് കാണിച്ചെന്നുള്ളൂ. ഇതൊരു പക്ഷേ ആണുങ്ങളുടെ ഗ്രൂപ്പിൽ ഇതൊക്കെ തന്നെ സംഭവിക്കാം. ഒപ്പം നിന്നവർ ചിലപ്പോൾ കൂടെ ഉണ്ടാവില്ല, പല കാരണങ്ങളായി മാറിക്കളയും. അപ്പോൾ ഓരോരുത്തർക്കും അവരവൻ്റെ ആവശ്യം. പലപ്പോഴും മറ്റുള്ളവരെ കാണുന്നില്ല. നേരത്തെ പറഞ്ഞിരിക്കണം, മറ്റുള്ളവരെ കാണുന്നില്ല, അവരവരെ മാത്രം നോക്കിയിട്ടാണ് ഓരോരുത്തരും പെരുമാറുന്നത്. ഇതിപ്പോൾ നമ്മളൊരു സിനിമാറ്റിക് ആകുമ്പോൾ ഒരു പെണ്ണിനെ നമ്മൾ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ആരോ അങ്ങനെ പ്രേക്ഷകർക്ക്, ഇത് കണ്ട ആളുകൾക്ക് അവരുടേതായ എന്തെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. സാറിൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഹെറോസ്. അത് താങ്കൾ പറഞ്ഞ ആ ഗ്രൂപ്പ് ഡൈനാമിക്സ് വേഴ്സസ് ഇൻഡിവിജ്വൽ ഡൈനാമിക്സ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ചോദ്യം, ഈ സസ്പെൻസ് എന്താണെന്ന്, സസ്പെൻസ് ഒന്നുമില്ല. വി ആർ ഓൾ ഹിപ്പോക്രിറ്റ്സ്, വി ആർ ഓൾ ദ അക്യൂസ്ഡ് അല്ലേ, ഓർ ദ കൺവിക്റ്റഡ്. നമ്മളൊക്കെ പ്രതികളാണ് ഇതിനകത്ത്. കാരണം അത്രമാത്രം കാപട്യം നമ്മുടെ മനസ്സിനകത്തുണ്ട്. അത്രയും കാപട്യമായിട്ട് നമുക്ക് ജീവിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു സസ്പെൻസ് ഒന്നും ഇല്ല ഇതിനകത്ത്. ആബ്സല്യൂട്ട്ലി ദർ ഇസ് നോ സബ്സ്റ്റൻസ് അറ്റ് ഓൾ. വി ആർ ഓൾ അക്യൂസ്ഡ്, വി ആർ ഓൾ കൾപ്രിറ്റ്സ് എന്നെനിക്ക് തോന്നിയത്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വേറെ ഒന്ന് തോന്നിയത് 12 Angry Men എന്ന് പറഞ്ഞൊരു സിനിമ, 57 സിനിമ. അത് ഞാൻ ഈയിടെ ടി വിയിൽ കണ്ടതാണ്. അപ്പോൾ ആ സിനിമയായിട്ട് കുറച്ച് സാമ്യമല്ല, ഒരിക്കലും സാമ്യമില്ല. പക്ഷെ അതിനകത്തുള്ള ആ ഒരു ഇമോഷണാലിറ്റി മുഴുവൻ വന്നിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്കും കുറേ അവാർഡ് കിട്ടി. തീർച്ചയായിട്ടും ഈ സിനിമ ഇറ്റ് ഡസ് ഡിസേർവ് ദ നാഷണൽ അവാർഡ് ആൻഡ് ഐ തിങ്ക് യു ആർ ഗോയിങ് ടു വിൻ മച്ച് മോർ അവാർഡ്സ്. പിന്നെ നിങ്ങളുടെ പാഷൻ, സിൻസിയറിറ്റി, അതും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ ഭാഗത്ത്, ഈ ക്യാമ്പസ് ടോട്ടൽ ഇറ്റ് ഇസ് യുവേഴ്സ് എന്നെനിക്ക് തോന്നി. പിന്നെ ഈ നാടകത്തിൽ തിലകനൊക്കെ ഈ ആദ്യകാലത്ത് അഭിനയിക്കുമ്പോൾ ഒരുപാട് ഓളിയത്തിൽ സംസാരിക്കുന്നത്, ഡയലോഗ് പറയുന്നത്. കാരണം ആ ശീലം, നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ശീലം. പക്ഷെ നിങ്ങളെല്ലാവരും വളരെ മിതത്വത്തോടുകൂടി അഭിനയിച്ചത് പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ വാട്ട് എവർ ഇമോഷൻസ് യു ഹാഡ് ഇൻ യുവർ മൈൻഡ് as members in a group, you expressed it very nicely, explicitly. So thank you very much for this wonderful performance. 12 Angry Men റെഫറൻസ് പറഞ്ഞപ്പോൾ ഈ വാസ്തവത്തിൽ 12 Angry Men അല്ല ആനന്ദിനെ ഈ ടെംപ്റ്റ് ചെയ്തേക്കുന്നത്. ആനന്ദ് മെൻറ്ററായിട്ട് അല്ലെങ്കിൽ ഫിലിം മെൻറ്ററായിട്ട് കണ്ടിട്ടുള്ളത് പല ഇൻ്റർവ്യൂസിലും ആനന്ദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആനന്ദിൻ്റെ ആബ്സെൻസിൽ ഞാൻ പറയുന്നു, അസ്ഗർ ഫറാദിയാണ് ആനന്ദിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഫിലിം മേക്കർ. അസ്ഗർ ഫറാദി എന്ന് പറയുന്ന ഇറാനിയൻ ഫിലിം മേക്കർ. അദ്ദേഹത്തിൻ്റെ കുറേ ഫിലിംസ് ഉണ്ട്. ഹീറോ ആണ് അവസാനം ഇറങ്ങിയ ഫിലിംസ്. മറ്റേ സെപ്പറേഷൻ, എബൌട്ട് എല്ലി പോലുള്ള സിനിമകൾ. അതായത് ഈ ഫറാദിയുടെ സിനിമകളിൽ
ക്യാരക്ടേഴ്സ് ക്യാമറയിലേക്കല്ല സംസാരിക്കുന്നത്, ക്യാമറ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്യാണ്, ക്യാമറ ലൈഫിനെ ഫോളോ ചെയ്യാണ്. നേരെ തിരിച്ചാണ് നമ്മൾ കാണുന്നത്. ആളുകൾ നമ്മളോട് ആളുകൾ ക്യാമറയോട് സംസാരിക്കുന്നതാണ്. ഇത് നേരെ തിരിച്ചാണ് ഫറാദിയുടെ സിനിമകൾ. അറ്റ് എ ടൈം ഒരുപാട് ഇൻസിഡൻസ് നടക്കുന്ന ഒരിടത്ത് ക്യാമറ വെച്ചതുപോലെ ഇരിക്കും ഫറാദിയുടെ സിനിമകൾ. പക്ഷേ അതെല്ലാം റിഹേഴ്സ്ഡ് ആണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സിനിമയും റിഹേഴ്സ്ഡ് ആണ്. ഈ റിഹേഴ്സലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വിനയ് ഫോർട്ടിൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, വിനയ് ഫോർട്ടിൻ്റെ നേതൃത്വത്തിൽ. അത് വാസ്തവത്തിൽ ഞങ്ങളുടെ ഉള്ളിലുള്ള വിനയ് പുല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആക്ടിങ് കഴിഞ്ഞ ആളാണല്ലോ, അറിയാം. അപ്പോൾ ഈ ഹൗ നോട്ട് ടു ആക്ട് എന്നതായിരുന്നു ഞങ്ങൾക്ക് മുന്നിലുള്ള ഒരു വിനയ് മുന്നോട്ട് വെച്ചൊരു കാര്യം. ആനന്ദും വിനയും കൂടി ചേർന്ന് വെച്ചൊരു നിർദ്ദേശം. എങ്ങനെ അഭിനയിക്കാതിരിക്കാം? സിനിമ സാധാരണഗതിയിൽ പെരുമാറുന്നത് ബിഹേവ് ചെയ്യാണെന്ന് പറയാറുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഏതൊരു സിനിമ എടുത്താലും ബിഹേവ് ചെയ്യാന്ന് പറയുമ്പോഴും സിനിമയ്ക്ക് വേണ്ടിയുള്ളൊരു ബിഹേവിയർ നിങ്ങൾ സിനിമയിൽ കാണാൻ പറ്റും. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലുള്ള ബിഹേവിയറും സിനിമയ്ക്ക് വേണ്ടിയുള്ള ബിഹേവിയറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലും പാടില്ല എന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന നിർദ്ദേശം. ഞങ്ങളത് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തു, അത് കുറേയധികം ലേൺ ചെയ്തു. അങ്ങനെ ഹൗ നോട്ട് ടു ആക്ട് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്രവീണ വന്ന് വീട്ടിലേക്ക് ഇറങ്ങുന്നൊരു സീനുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. പ്രവീണ വീട്ടിൽ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും പ്രവീണ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു നാടകീയതയല്ല പറയുന്നത്. അപ്പോൾ ശ്രീനിവാസനപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, ഷൂട്ടിങ് സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ട്, നീ എങ്ങനെ സാധാരണ ഇതിൽ പറയുന്നു അതേപോലെ പറഞ്ഞാൽ മതി, അഭിനയിക്കാൻ പാടില്ല. ആ സീൻ അത്രയും ഗംഭീരമായത് ആ ഒരു സീനിലായിരുന്നു. അങ്ങനെ എൻ്റെ പേര് സജി, ഞാൻ വക്കീലാണ്. താങ്കളുടെ സിനിമ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടു. അപ്പോൾ കാണും തോറും എനിക്ക് ഈ സിനിമ പിന്നെ കാണാൻ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് ആൻ എക്സൈറ്റ്മെൻറ്റ്. താങ്കളുടെ ഈ എസ്പെഷ്യലി ഷെൽവൻ സാറ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അഞ്ജലി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത് പ്രശാന്തല്ലേ, പ്രശാന്തിൻ്റെ കോൺഫ്ലിക്റ്റ്, ചെക്ക് കീറി കളയുന്നത്, എവറിത്തിങ് ഈസ് ഫെൻറ്റാസ്റ്റിക്. ദിസ് മൂവി ഈസ് സോ ഐ ഫീൽ ലൈക്ക് വാച്ചിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ അതിൻ്റെ അകത്തൊരു സസ്പെൻസ് എന്ന് ഉണ്ട്, സസ്പെൻസാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ ഞാൻ മദൻ ബാബു സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, സാറ് ജോയിൻറ്റ് സെക്രട്ടറി ഞാൻ സാറിന് 1-2 വർഷം പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ പെർഫോമൻസ് അത് ശരിക്കും സാറ് വളരെ നാച്ചുറലിസ്റ്റിക് ആയിട്ടാണ് അഭിനയിച്ചത്. എനിവേ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് വാച്ചിങ് ദിസ് മൂവി. ഞങ്ങളുടെ പ്രസിഡൻറ്റിന് എന്തെങ്കിലും സംസാരിക്കാൻ, ഞങ്ങൾ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ രാജശ്രീ മാഡത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ അവിടെയായിരുന്നു അന്ധായുഗ അഭിനയിച്ചത്. മാക്ബത്ത് ഈ ഭാഗത്തെങ്ങാണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നവരല്ലേ ഈ ലോകധർമ്മിയിലെ പലരുമായിട്ട് ചേർന്ന് ഈ പറഞ്ഞ പോലെ ഈ ഒരു പാർക്കിനെ മുഴുവനും റിഹേഴ്സൽ ക്യാമ്പും ആക്കി നടന്ന് രാവും പകലുമായിട്ട് നാടകങ്ങൾ ചെയ്ത ഒരു കാലത്തു നിന്നാണ് ഇവരിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇതിൽ അത്ഭുതകരമായിട്ട് എനിക്കും തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇതെപ്പോഴും ഫിലിമിൽ വരാറുണ്ട്, എത്രയൊക്കെ കൺട്രോൾ ചെയ്താലും. പക്ഷെ ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത്, ഇത്രയും മനുഷ്യരും ഈ ഡ്രാമയിൽ അഭിനയിച്ച ആൾക്കാരാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ അത്ര കൃത്യമായിട്ട് അവരുടെ അഭിനയത്തിനെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ഒരു 36 ദിവസം കണ്ട് ഇവർക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ഈ ഫുൾ ഫിലിം ഇവരെ ഇരുത്തി റിഹേഴ്സൽ നടത്തിയിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് അവരതിനെ വളരെ ഇതിൽ ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ആനന്ദിൻ്റെയും വിനയിൻ്റെയും ഇവരുടെ ഓരോരുത്തരുടെയും പങ്കും എനിക്ക് തോന്നുന്നത് ഇനിയും സിനിമകൾ ഉണ്ടാവണം ഇവരിൽ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുരുഷന്മാരും മാത്രം, ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിക്കുകയുണ്ടായി, അതിലൊരു 2-3 സ്ത്രീകളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും നമ്മൾ ആ സ്ത്രീകൾ ഏത് രീതിയിൽ ഒരു സ്ത്രീയെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആനന്ദിൻ്റെ ഇനിയുള്ള സിനിമകളിൽ എവിടെയെങ്കിലും അത്തരം ഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അതും കൂടി അറിയാനൊരു കൗതുകമുണ്ട്. അത് കാണാൻ രസമാണല്ലോ. ഇപ്പോൾ ഓരോ മനുഷ്യരും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നത് കാണാൻ എത്ര ഹിപ്പോക്രസി ആണെങ്കിലും നിവൃത്തികേടാണെങ്കിലും നിസ്സഹായതയാണെങ്കിലും മാറുന്ന കാണാനൊരു രസമുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് അത്രയും പേരിൽ ആരാണെന്ന് അറിയണ്ടായെന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് എടുത്തിരിക്കുന്ന ഒരിതാണ്. കാരണം അത് ഏറ്റവും സൈക്കോളജിക്കലി അവരത് ഇത് ചെയ്തിട്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ അങ്ങനെ ആക്കിയിരിക്കുന്നത്. പക്ഷെ 1-2 പേർ എന്നോട് പറയുകയുണ്ടായി, അത് ആരാണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ,
നമുക്ക് ആരാണെന്ന് അറിഞ്ഞാൽ മതി, പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മുടെ പ്രശ്നമല്ല. പക്ഷെ അത് എല്ലാവരും തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആരോപിക്കാം, പക്ഷെ ഒരാളെ പോലും സംശയിക്കാൻ പോലും ഉള്ള ആക്ടിങ് അതിലുണ്ടായില്ല എന്നുള്ളതാണ് ഇത്. ഏതെങ്കിലും ഒരാളായിരിക്കുന്ന നമുക്ക് ഒരിക്കലും പിടികിട്ടാത്ത രീതിയിലാണ് അത്രയും ക്യാരക്ടേഴ്സിനെയും എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടില്ല ആനന്ദ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എഡിറ്റിംഗ്, ഇത്രയും മനോഹരമായ എഡിറ്റിംഗ്, അതിനാണ് നമ്മുടെ നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ആ എഡിറ്റിങ്ങിൻ്റെ ഭംഗി കൊണ്ടാണ് സിനിമ അത്രയും ഇതായിട്ട് നമുക്കും മനസ്സിനെ സ്പർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ മെട്രോ ഫിലിം സൊസൈറ്റിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്. ഈ കലാകാരന്മാരെ ഇവരെല്ലാവരും വരണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം, പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, കുറേ ആളുകളുടെ സപ്പോർട്ട് നമുക്കുണ്ടായി. നേരം വൈകിയതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം GCDയുടെ ചെയർമാൻ വന്ന് അദ്ദേഹം മടങ്ങിപ്പോയി. അത് നമുക്കൊരു വല്ലാത്ത വിഷമമാണ് എന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ചില സാഹചര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം പക്ഷേ നമ്മളതിനെ സമാധാനത്തോടുകൂടി കണ്ട് സിനിമയും കണ്ട് ഇവരെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിൽ ഇത്രയും സമയം ഇവിടെ ഇരുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇതിൽ ഒരു കാര്യം വിട്ടു, ഞാനത് പറയണമെന്ന് വിചാരിച്ചതുകൊണ്ട് പറയുകയാണ്. അതായത് ഈ സിനിമയിൽ ശബ്ദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിരുന്നു, രംഗനാഥ് രവി സാറാണ് ഇത് ചെയ്തേക്കുന്നത്. അദ്ദേഹം ജല്ലിക്കെട്ട് പോലെയൊക്കെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ ഭാഗ്യം, അദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ഞാനത് സൗണ്ടിൻ്റെ കാര്യം പറയണമെന്ന് വിചാരിച്ചതാണ്. അത് നല്ലൊരു സൗണ്ട്, നമുക്ക് നല്ല ഒരു നിയന്ത്രിതമായ അതേ സമയത്ത് നല്ലൊരു ഫീലുള്ള ഒരു ശബ്ദ മിശ്രണമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അതുപോലെ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുകയാണ് ഇതൊരു ബഡ്ജറ്റഡ് മൂവി കൂടി ആയിരുന്നു എന്നുള്ളതും നമുക്ക് കാണുന്ന അല്ല. അപ്പം അങ്ങനെ അതൊരു തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യമാണ്. അപ്പം അതുകൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ സിനിമ നമ്മളെല്ലാവരും വളരെ ഒരുപക്ഷെ എല്ലാവരും ബിഗിനേഴ്സ് ആണെങ്കിൽ കൂടി ഈ സിനിമയിൽ പ്രവർത്തിച്ചേക്കണവരെല്ലാവരും വെൽ എക്സ്പീരിയൻസ്ഡ് മലയാളത്തിലെ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ടെക്നിക്കൽ ആൾക്കാരാണ് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് രംഗനാഥ് രവി ഈ സിനിമയിൽ ഇതിൻ്റെ മെയിൻ എക്സ്പെൻസിൻ്റെ ഒരു മെയിൻ ഭാഗമൊക്കെ അങ്ങോട്ടാണ് പോയേക്കണത്. എസ്പെഷ്യലി രംഗനാഥ് രവി ഇന്ത്യയിലെ തന്നെ മെയിനായിട്ടുള്ള. അത് മാത്രമല്ല ഞങ്ങൾ സിങ് സൗണ്ടാണ് അതിൽ ഉപയോഗിച്ചത്. അത് ആദ്യ അവസാനം സ്പോട്ട് റെക്കോർഡിംഗ് ആണത്. ഞങ്ങൾ ഒരേ സമയം ആ സമയത്ത് തന്നെ ഞങ്ങൾ ഡബ് ചെയ്തിട്ടില്ല. ഞങ്ങൾ അതേ സമയത്ത് തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്തേക്കണത് റസൂൽ പൂക്കയുടെ അസിസ്റ്റൻ്റാണ്. അത് മാത്രമല്ല ഒരേ സമയം 10 പേരെ മൈക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സിനിമയായിരിക്കും. ഒരുപക്ഷെ ഹോളിവുഡിൽ എന്തോ ചെയ്തേക്കണം അതുപോലെ സിനിമ. എനിക്ക് തോന്നുന്നു ജെയിംസ് ബോണ്ടിൻ്റെ ഏതൊരു സിനിമയാണ് ചെയ്തേക്കണമെന്ന് അവർ പറയണം, അവർ അവകാശപ്പെടുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ അങ്ങനെ ഒരേ സമയം മൈക്ക് ചെയ്തേക്കണ സിനിമ ഇല്ല. റിലവൻസുള്ള ചോദ്യമാണ്, ടെക്നിക്കൽ കൊല്ല്. പിന്നെ അതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്ന അനീഷ് നാടോടി ആ വർഷത്തെ നാഷണൽ അവാർഡ് വിന്നറാണ്. പിന്നെ അമൽ ചന്ദ്രൻ, പുള്ളിയും കഴിഞ്ഞ വർഷം കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡാണ്. പിന്നെ കോസ്റ്റ്യൂം ചെയ്തേക്കണ നിസാറും സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. എല്ലാവരും ടെക്നിക്കലി. പിന്നെ കളർ ചെയ്തേക്കണ ശ്രിക് വാര്യർ ഇപ്പോഴത്തെ എല്ലാ സിനിമകളും, തല്ലുമാല, അതുപോലെ ഇപ്പോഴുള്ള എല്ലാ സകല സിനിമയും ചെയ്യുന്ന ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കളറിസ്റ്റാണ് ശ്രിക് വാര്യർ. പുള്ളിയാണ് അതിൻ്റെ കളർ ഗ്രേഡിങ് ചെയ്തേക്കണം. അങ്ങനെ എല്ലാ സൈഡിലും ഞങ്ങൾ മാത്രമാണ് അത്ര എക്സ്പെൻസീവ് അല്ലാത്തുള്ളൂ. ബാക്കി അതായത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യം അതിൻ്റെ പ്രൊഡ്യൂസർ അജിത് ജോയ് സാറാണ്. കാരണം ഇങ്ങനെ ഒരു സിനിമ കേട്ട് ഒരു 15ാമത്തെ മിനിറ്റിൽ എഗ്രി ചെയ്യുകയും എപ്പോഴാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ആനന്ദിനോട് ചോദിക്കുകയും ചെയ്ത അന്നു മുതൽ അദ്ദേഹം ഈ സിനിമയുടെ എല്ലാ നല്ല വശത്തിനും കൂടെയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ബഡ്ജറ്റഡ് മൂവിയാണോ എന്നൊക്കെ സംശയം തോന്നുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതിന് അത്യാവശ്യം ടെക്നിക്കൽ പെർഫെക്ഷന് വേണ്ടിയിട്ടും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഉള്ള നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അത് അജിത് ജോയ് സാറിൻ്റെ ഒരു തിയേറ്റർ മൂവി ആയിട്ട് തന്നെ, ഒരു കമേഴ്ഷ്യൽ റിലീസ് മൂവി ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആനന്ദ് അത് പ്രത്യേകം ഏതെങ്കിലും ഒരു ജോണറിൽ പെട്ടുപോകരുതെന്ന്, കമേഴ്ഷ്യലി വയബിളാവുന്നൊരു മൂവി ആയിരിക്കണം, ഇത് പ്രൊഡ്യൂസറിന് പണം തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള സിനിമകളായിരിക്കണം എന്ന് കൃത്യമായ ധാരണയോടുകൂടി തന്നെ ചെയ്തതാണ്. നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ എല്ലാ ടെക്നിക്കലി എക്സ്പെർട്ടൈസുള്ള ആളുകളുമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ താമസം, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ താമസത്തിനകത്ത് ഒക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്തു. പിന്നെ ഈ റിഹേഴ്സൽ ത്രൂ ഔട്ട് സിനിമ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തിട്ടില്ല.
ആ റൗണ്ട് ടേബിളിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ആ സീക്വൻസ് വരെ വലിയ ലെങ്തി ഡയലോഗ്സാണ് എല്ലാവർക്കും. അത് ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്കാണ്. ഒരു തരത്തിലും അതിന് ബ്രേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അതുവരെ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ആനന്ദ് സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതുന്നതോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തരുന്നതോ ഒരു 10 മിനിറ്റ് മുമ്പ് തരും, അത് പ്രിപ്പയർ ചെയ്യുന്നു. ബാക്കിയെല്ലാം സിനിമയിലുള്ളത് പോലെ തന്നെ നേരത്തെ എല്ലാം ശരിക്കും പ്ലാൻഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആണ്. ഒന്നും ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നിട്ടതല്ല, അതൊന്നുമില്ല. നോ ഇംപ്രൊവൈസേഷൻസ്. അത് ആനന്ദിൻ്റെ ഡയറക്ഷനിൽ ആനന്ദ് കൃത്യമായി പറഞ്ഞ് ചെയ്യിക്കുന്നിടത്ത് നമ്മൾ ചെയ്തതാണ്. അതിനകത്ത് ഇതുവരെ ഞങ്ങളെ സിനിമ കാണാനും ഞങ്ങളെ കേൾക്കാനും കാത്തിരുന്ന നിങ്ങളെല്ലാവർക്കും നന്ദി. ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ സാഹചര്യമൊരുക്കിയ ചങ്ങമ്പുഴ പാർക്കിനും അതിൻ്റെ സാംസ്കാരിക സമിതിയുടെ ഭാരവാഹികൾക്കും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് രാജേച്ചിയൊക്കെ എനിക്ക് വളരെ കാലം മുമ്പേ അറിയാം, ജോർജിനെ ഇപ്പോൾ കൂടുതൽ പരിചയപ്പെട്ടു, സന്തോഷിനെയൊക്കെ പരിചയപ്പെട്ടു. സന്തോഷം. എല്ലാവർക്കും നന്ദി. ഞങ്ങൾ പല സ്ഥലത്ത് സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ഓഡിയൻസിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നും ഇന്നും നാടകം കളിക്കുമ്പോഴും ചങ്ങമ്പുഴ പാർക്കിലെ ഓഡിയൻസ് വളരെ സ്പെഷ്യലാണ്. കാരണം അവരധികം ഒച്ചപ്പാടും ബഹളം എണീറ്റ് പോകുമൊന്നുമില്ല, അവസാനം വരെ ഇരുന്ന് കാണും, കൈയടിക്കും. പക്ഷേ ഏറ്റവും വിമർശനം ഉണ്ടാവുന്നത് ഇവിടെ നിന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആരോഗ്യപരമായ വിമർശനം കഴിഞ്ഞ് നമ്മളെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും അന്നും എപ്പോഴും പേടിയുള്ള സ്ഥലമാണ് ചങ്ങമ്പുഴ പാർക്ക്, അത്രയും ബഹുമാനമുള്ള സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും, നിങ്ങൾ ഈ വന്നിരിക്കുന്ന എല്ലാവരും വളരെ സ്പെഷ്യലാണ്. താങ്ക്സ് ടു എവ്രി വൺ. ഓക്കെ, വളരെ 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 നന്നായിട്ടുണ്ട് ഫിലിം, ഒരു ഡൗട്ടില്ല. ഞാൻ രണ്ടാമത് സിനിമ കാണുന്ന ആൾ, സെയിം സിനിമ രണ്ടാമത് പ്രാവശ്യം കാണുന്ന ആളല്ല. പക്ഷേ നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഇത് മൂന്നാമത് പ്രാവശ്യം കൂടി കാണണമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര ആയിട്ട് തോന്നുന്നു. എല്ലാം നന്നായിരിക്കും. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അരങ്ങിൽ നിറഞ്ഞു നിന്ന കലാകാരന്മാർക്ക് ഇനി ഒരിക്കലും തട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടാത്ത വിധം നിങ്ങൾ അത്ര ബിസി ആവട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും ആശംസിക്കുകയാണ്. നല്ല മികച്ച കലാകാരന്മാരെ ആട്ടത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഇതിൻ്റെ സംവിധായകനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ആട്ടം സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാനും അതുപോലെ ഇവിടെ നിങ്ങളെ എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ആട്ടം എന്ന സിനിമയുടെ പ്രദർശനവും തുടർന്ന് ഇതിലെ അഭിനേതാക്കളുമായി നടത്തിയ ചർച്ച ഇവിടെ പൂർണ്ണമാവുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ശുഭരാത്രി.